നവീകരണം പൂർത്തിയായപ്പോൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ പേര് മാറി. മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ.ഒ. കുര്യാക്കോസിന്റെ പേരിലുള്ള ഗ്രൗണ്ട് നവീകരണം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പൊതു കളിസ്ഥലം എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടനത്തിനെത്തിയ ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാലിന് നേരെ UDF അംഗങ്ങൾ കരിങ്കൊടി വീശി. കെ.ഒ. കുര്യാക്കോസ് മെമ്മോറിയൽ പൊതു കളിസ്ഥലം എന്ന ബദൽ ബാനർ UDF അംഗങ്ങൾ സ്ഥാപിച്ചു. 2015 കളിസ്ഥലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെ.ഒ. കുര്യാക്കോസ് മെമ്മോറിയൽ കളിസ്ഥലം എന്നാണ് പേര് നൽകിയിരുന്നത്. നവീകരണം എന്ന പേരിൽ നടത്തിയത് വെറും പ്രഹസനം മാത്രമാണെന്ന് UDF ആരോപിച്ചു. ഗ്രൗണ്ടിലെ സംരക്ഷണ കവചം പെയിന്റിംഗ് നടത്തിയും വാട്ടർ അതോറിറ്റിയുടെ പണികൾ നടക്കുമ്പോൾ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നിരത്തിയുമാണ് കളിസ്ഥലം നവീകരിച്ചിട്ടുള്ളതെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ പ്രവൃത്തിക്ക് ഇത്രയും തുക ആവശ്യമില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധ യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് സോമശേഖരൻ വെണ്ണങ്കോട്ട്, NK വിമല, RV മൊയ്നുദ്ദീൻ, ജെസി റാഫേൽ, മിനി ബാബു, ഓമന എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്ന് ഇത്രയും നല്ലൊരു ഓഫീസ് നമ്മുടെ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര നല്ലൊരു ഓഫീസാണ് വെങ്കിടം ഗ്രാമപഞ്ചായത്തിനെ കെ.ഒ. കുര്യാക്കോസ് ഉണ്ടായിരുന്ന കാലത്ത് പണിതത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അവർ ഒരു 2 ഷീറ്റ് പിരിച്ചിട്ട് ഒരു ചെറിയൊരു ഹാളുണ്ടാക്കി അതിന് EMS എന്ന് പേരിട്ടു. ഞങ്ങളൊന്നും പറഞ്ഞു, കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങളത് അന്ന് അത് സമ്മതിച്ചു, അത് ചെയ്തു. അത്രയ്ക്കും അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, ഇതുപോലെയുള്ള ദുഷിച്ച കാര്യങ്ങളും പ്രവൃത്തികളാണ് ഈ പ്രസിഡന്റും ഈ ഭരണസമിതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട കുര്യാക്കോസേട്ടൻ്റെ പേര് തന്നെ ഈ ഗ്രൗണ്ടിന് വേണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇപ്പോൾ ഞങ്ങളുടെ ഈ മെമ്പേഴ്സിൻ്റെയും അതുപോലത്തെ ഇവിടുത്തെ ജനങ്ങളുടെയും ഒക്കെ ആവശ്യം. ഇതൊരു സൂചനയാണ്. ഇത് മെമ്പർമാരെ അവരുടെ ബോർഡ് മീറ്റിങ്ങിലും ഇതിനെപ്പറ്റി വിശദീകരിച്ചാണ്, എന്നിട്ടും സമ്മതിക്കാതെയാണ് അവർ ഈ പേരിവിടെ വെച്ചിട്ടുള്ളത്.